ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഅഫ്ളലുസ് സ്വലാത്തി വഅതമ്മുത് തസ്ലീമി അലൽ മബ്ഊസി റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വമൻ സാറ അലാ ഹദിയിഹി ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. സത്യവിശ്വാസികളെ, അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ, നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ, രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ, നമ്മിൽ നിന്നും മൺമറഞ്ഞവരുടെ ഖബറിടം അല്ലാഹു സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ, നമ്മുടെയും കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് സംസാരിക്കുന്നത് കുടുംബജീവിതത്തിന്റെ അശ്രദ്ധയിൽപ്പെട്ടു പോകുന്ന ചില മഹാത്മ്യങ്ങളെ കുറിച്ചാണ്. മനുഷ്യ ആയുസ്സിലെ വളരെ പ്രധാനപ്പെട്ട ഘട്ടം കുടുംബജീവിതത്തിൽ താൻ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്ന പദവിയിൽ തുടരുന്ന ഒരവസ്ഥയാണ്. ആദ്യത്തെ മനുഷ്യ ഉൽപ്പത്തിയുടെ ആദ്യത്തെ ദിവസങ്ങൾ നാം പരിശോധിച്ചാൽ ആദ്യ മനുഷ്യൻ ഒരു ശൈശവത്തിലോ അല്ലെങ്കിൽ ബാല്യത്തിലോ കൗമാരത്തിലോ അല്ല പിറവിയെടുക്കുന്നത്. സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഭർതൃ പദവിയിലേക്ക് എത്തുന്ന ആ ഒരു പക്വതയിലും പ്രായത്തിലുമാണ് ജന്മമെടുക്കപ്പെടുന്നത് എന്ന് നാം മനസ്സിലാക്കുക. ജീവിതത്തിൽ ഒരു മനുഷ്യൻ ജീവിച്ചു തുടങ്ങുന്നത് തന്നെ ഭർത്താവ് എന്ന് പറയുന്ന പദവിയെ അല്ലെങ്കിൽ ഭാര്യ എന്ന പദവിയെ മാനിച്ചുകൊണ്ടാണ്. മനുഷ്യകുലത്തിൽ ആദ്യം സ്ഥാപിക്കപ്പെട്ട ബന്ധം ഭാര്യയും ഭർത്താവുമാണ്. ജീവിതത്തിൽ അത്രയേറെ പ്രാധാന്യം ഈ ബന്ധത്തിന് ഉണ്ട് എന്ന് പരിശുദ്ധമായ പ്രമാണങ്ങൾ ബോധ്യപ്പെടുത്തി തരികയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളിൽ അവരെ പരിപാലിക്കാൻ ഭാര്യ ഭർതൃ ബന്ധത്തിലൂടെ തുടങ്ങണം എന്നില്ല. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു പിഞ്ചു കുഞ്ഞായി ജനിക്കാമായിരുന്നു. പക്ഷേ ജീവിതത്തിന്റെ ആരംഭത്തിൽ തന്നെ സ്വർഗത്തെ അനുഭവിക്കാൻ, അതിന്റെ പൂർണ്ണത കിട്ടാൻ തന്നെ, ഒന്നുകൂടി പറയാം, സ്വർഗം എന്ന് പറയുന്നതിന്റെ പൂർണ്ണത കിട്ടാൻ തന്നെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് കൂടെ ഭാര്യ വേണം എന്ന അവസ്ഥയാണ് അല്ലാഹു തആല അവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളും സ്വർഗമല്ലേ? മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നത് ഓർമ്മ വരികയാണ്. വമാ ഫിൽ ജന്നത്തി അഅ്സബ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കൂടെ ജീവിക്കാൻ ഒരു ജീവിത പങ്കാളി ഇല്ലാത്ത ഒരു ഒറ്റയാനെ, ഒരു ഒറ്റപ്പെട്ടവനെ സ്വർഗത്തിൽ കാണാനില്ലെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവ് എന്ന പദവി ഇല്ലാത്തവൻ സ്വർഗത്തിൽ ഇല്ല എന്നാണ് പറഞ്ഞതിനർത്ഥം. തന്റെ കൂടെ ജീവിക്കാൻ ഒരു ജീവിത പങ്കാളി ഇല്ലാത്ത ഒറ്റയാൻ സ്വർഗത്തിലില്ലെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിന്റെ ഏറ്റവും വലിയ വിഭവം എന്ന് പറഞ്ഞത് എന്ന് പരിശുദ്ധ ഖുർആൻ. അവരും അവരുടെ ജീവിത പങ്കാളികളും അവരുടെ ജീവിത പങ്കാളികളും സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളിൽ ഉല്ലസിക്കുന്നു എന്ന് പറഞ്ഞോടത്ത് കുടുംബത്തിൽ തന്റെ കൂടെ ജീവിച്ച ആ പങ്കാളി അവിടെയും കുടുംബിനിയായി എത്തുന്നു എന്ന അവസ്ഥയാണ്. സ്വാഭാവികമായും ചില ഫലിതങ്ങളിൽ ചോദിക്കും, അപ്പോൾ അതെങ്ങനെയാ സ്വർഗാവാ? പെണ്ണവിടെ ഉണ്ടല്ലോ. പെണ്ണിനെ അള്ളാഹു ആദരിച്ച് പറഞ്ഞ ഉദ്ധരണികളാണ് ഇതൊക്കെ. പരിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനാണ്. അത്രത്തോളം ജീവിത പങ്കാളിയുമൊത്തുള്ള ആ സ്നേഹത്തിന്റെയും സമ്പർക്കത്തിന്റെയും സന്തോഷത്തിന്റെയും തുടർച്ച സ്വർഗം പോലും എത്തണം എന്ന് പഠിപ്പിക്കുന്ന തത്വമാണ് ഇസ്ലാം ലോകത്തിന്റെ മുന്നിൽ വെച്ചിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു മയ്യിത്ത് നിസ്കാരം ഈ ഭൂമിയിൽ വെച്ച് ആ ശരീരത്തിന് കൊടുക്കുന്ന ഏറ്റവും അവസാനത്തെ യാത്രയപ്പാണ്. നമ്മുടെ നാട്ടിൽ പലരും ഹജ്ജിന് പോകുമ്പോൾ, ഉംറക്ക് പോകുമ്പോൾ, ഉപരിപഠനത്തിന് പോകുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശത്തേക്ക് പോകുമ്പോൾ യാത്രയപ്പ് നടത്താറുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരാൾ ഗൾഫിൽ നിന്ന് വന്നാൽ തിരിച്ചു കൊണ്ടുപോയി എയർപോർട്ടിലാക്കാൻ വേണ്ടി ഒരു യാത്രയപ്പ്. അയാൾ പോകുന്ന അന്ന് സഹോദരിമാരും അതുപോലെ തന്നെ മറ്റ് അയൽവാസികളും ഒക്കെ ആ ഉച്ചനേരത്ത് അദ്ദേഹം ഇറങ്ങുന്ന അന്നത്തെ ദിവസത്തെ ഒരു ഭക്ഷണത്തിൽ പങ്കാളികളാവാറുണ്ട്. ഇങ്ങനെയൊക്കെ യാത്രയപ്പുകൾ എമ്പാടും കാണുന്നുവെങ്കിൽ ഒരു മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്നല്ല ഏറ്റവും അവസാനത്തെ യാത്രയപ്പ്, ആ യാത്രയപ്പ് കൊടുക്കൽ നിർബന്ധമാണ്, ഫർദ് കിഫയാണ്. മയ്യിത്ത് നിസ്കാരത്തിലൂടെ നിർവഹിക്കപ്പെടുമ്പോ ആ യാത്രയപ്പിന്റെ പ്രാർത്ഥന വേളയിൽ പോലും ഈ ഭൂമിയിൽ നിന്റെ കൂടെ ജീവിച്ച പെണ്ണിനെ അവിടെ നൽകണം, ഈ ഭൂമിയിൽ നിന്റെ കൂടെ ജീവിച്ച നിന്റെ ഭർത്താവിനെ അവിടെ നൽകണം എന്ന പ്രാർത്ഥനയാണ് പ്രധാനമായി കടന്നു വരുന്നത്.
സൗജി എന്ന പ്രയോഗം ഭാര്യയോട് ചേർത്ത് പറഞ്ഞാൽ അത് ഭർത്താവ് എന്നും, ഭർത്താവിനോട് ചേർത്ത് പറഞ്ഞാൽ ഭാര്യ എന്ന രീതിയിലും ഉപയോഗിക്കാവുന്ന രീതിയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ലോകത്തിന് പരിചയപ്പെടുത്തിയ ഒരു വാക്കാണ് സൗജ് എന്ന അറബി പദം. നിനക്ക് ഈ ഭൂമിയിൽ നിന്റെ കൂടെ ജീവിക്കാൻ അള്ളാഹു നിശ്ചയിച്ച നിന്റെ ജീവിത പങ്കാളി അവിടെ നിനക്ക് ഉണ്ടാവണം എന്നാണ്. അത് ഈ രീതിയിൽ ഉണ്ടായാൽ പോരാ, ഖൈർ എന്ന പ്രയോഗത്തിലൂടെ ഇതിലും എത്രയോ ഉത്കൃഷ്ടമായ, ഉദാത്തമായ, മഹത്വമായ രീതിയിൽ തന്നെ അവളെ അല്ലെങ്കിൽ അവനെ അവിടെ കിട്ടണം എന്നതാണ് ഈ പറഞ്ഞതിന്റെ വിവക്ഷ എന്ന് ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ മുഴുവനും പറയുകയാണ്. ഇമാം സാവി പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ വാഖിഅയുടെ വ്യാഖ്യാനം കൊടുക്കുന്നിടത്തും മറ്റ് ധാരാളം മുഫസ്സിരീങ്ങൾ പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിക്കുന്നിടത്തും ഈ ഭൂമിയിൽ നിന്നും സ്വർഗത്തിലെത്തുന്ന ഭൂമിയിലെ സാധാരണ പെണ്ണിന്റെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്നത് കാണാം. ഇവിടെയുള്ളവളെക്കാളും ഖൈറായി അവിടെ കൊടുക്കണമെന്നല്ലേ നമ്മൾ മയ്യിത്ത് നിസ്കാരത്തിൽ പ്രാർത്ഥിച്ചത്? മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ മുഫസ്സിരീങ്ങൾ പറയുന്നു, ഒരു ഹൂറലിനായ പെണ്ണിനേക്കാളും 70,000 ഇരട്ടി സൗന്ദര്യം ഇവിടുന്ന് അവിടെ ചെല്ലുന്ന നമ്മുടെ സാധാരണ നാടൻ മുഅ്മിനത്തായ പെണ്ണിന് ഉണ്ടാകുമെന്ന് ഔകമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൗന്ദര്യ വർണ്ണനയിൽ പെണ്ണിനെ അള്ളാഹു പിന്നെയും പുകഴ്ത്തുകയും വാഴ്ത്തുകയും പെണ്ണിന് മഹത്വമുണ്ടെന്ന് ലോകത്തിന്റെ മുന്നിൽ സമർത്ഥിക്കുകയും ചെയ്യുകയാണ്. അപ്പൊ അത്രത്തോളം ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം, നമ്മളൊന്ന് ജനിച്ച് വളർന്ന് പഠനവും വിദ്യാഭ്യാസവും ഒക്കെ കഴിഞ്ഞ് ജീവിതത്തിന്റെ ഹരിതാപ കാലഘട്ടത്തിലേക്ക് എത്തി മരണം വരെ നമ്മൾ പിന്നെയുള്ള നമ്മുടെ അധ്വാനങ്ങളും നമ്മുടെ ജീവിതയാത്രകളും ഏറ്റവും കൂടുതൽ ആരുടെ കൂടെയാണ് ജീവിക്കുന്നത്? ഭാര്യയുടെ കൂടെയാണ്. ഭാര്യയുടെ കൂടെയാണ് ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ ജീവിക്കാൻ സാധ്യതയേറെ. അവൻ ഭർത്താവ് എന്ന പദവിയിലൂടെ ജീവിക്കാനാണ് സാധ്യതയേറെ. ഭർത്താവ് എന്ന പദവിയിലെത്തിയ ശേഷമല്ലേ എന്തായാലും പിതാവ് എന്ന പദവിയിലെത്തൂ. ഭാര്യ എന്ന പദവിയിലെത്തിയ ശേഷമല്ലേ എന്തായാലും മാതാവ് എന്ന പദവിയിലെത്തൂ. അപ്പൊ ജീവിതത്തിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന, സ്വർഗത്തെ പോലും സ്വർഗമാക്കാൻ ഇങ്ങനെ ഒരു ബന്ധത്തോടു കൂടെ ആവണം അവർ അവിടെ കഴിയേണ്ടത്, എന്നാൽ ആ സ്വർഗാവാം. അങ്ങനെ ഒരു സംവിധാനത്തെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുമ്പോ നമ്മുടെ കുടുംബത്തിൽ ഒരു സ്വർഗം വേണം. അത് നമ്മൾ നമ്മുടെ ജീവിത പങ്കാളിയുടെ കൂടെ കൂടുന്ന സന്ദർഭത്തിലാകണം എന്നതാണ് ഈ തത്വങ്ങളും തത്വസംഹിതകളും നമുക്ക് മുന്നിൽ വെക്കുന്ന ഏറ്റവും വലിയ മെസ്സേജ്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഇമാം അഹ്മദ് സമർഖന്ദി അദ്ദേഹത്തിന്റെ പല ഗ്രന്ഥങ്ങളിലും ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. മറ്റു പല ഇമാമിയങ്ങളും ഉദ്ധരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രധാന സ്വഹാബിയായ അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരണി. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറെ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തില് 7ാമത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എന്റെ കുടുംബത്തോടു കൂടെ ഇരുന്നു കൊണ്ട്, എന്റെ ഭാര്യമാരുടെ കൂടെ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്ന ആ സന്ദർഭത്തെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പള്ളിയിൽ എഴുത്തിക്കാഫിരിക്ക എന്നല്ല പറഞ്ഞത്, മദീനത്തെ പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുന്നതിനേക്കാളും പുണ്യമാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനത്തെ പള്ളിയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ലേ. അവിടുത്തെ മിമ്പറിന്റെയും അവിടുത്തെ വീടിന്റെയും ഇടയിലുള്ള ഭാഗം അത് സ്വർഗത്തിന്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ച ആ ഭാഗത്ത് പോലും ഇരുന്ന് ഇഅ്തികാഫിന്റെ നെയ്യത്തിൽ ഇരിക്കുന്ന അവസ്ഥയിൽ തനിക്ക് കിട്ടുന്ന പ്രതിഫലത്തെക്കാളും ഒരു ഭർത്താവിന് തന്റെ ഭാര്യയുടെ കൂടെ ഇരുന്ന് വർത്തമാനം പറയുന്ന സാഹചര്യത്തിനുണ്ട് എന്ന് പഠിപ്പിച്ചു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദുനിയാവിൽ നിന്നും എനിക്ക് ആസ്വദിച്ച് മതിയാവാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് 3 കാര്യങ്ങളെ പറഞ്ഞു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയോ മുഹദ്ദിസീങ്ങൾ ഉദ്ധരിച്ച ഹദീസാണത്. ഈ ദുനിയാവിൽ എനിക്ക് ആസ്വദിച്ചിട്ട് മതിയാവാത്ത 3 കാര്യങ്ങളുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ഒന്നാമത്തേത് സുഗന്ധമാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഭൂമിയിൽ വെച്ച് ഞാൻ സുഗന്ധം വാസനിച്ചത് എനിക്ക് മറക്കാവതല്ല. അത് അത്രത്തോളം എന്റെ ഹൃദയത്തെയാണ് കീഴടക്കിയത്. ഭൂമിയിലെ സുഗന്ധങ്ങൾ എനിക്ക് ആസ്വദിച്ചിട്ട് മതിയായിട്ടില്ല. രണ്ടാമത്തേത് എന്റെ ജീവിത പങ്കാളിയുടെ കൂടെ ഇരുന്നു കൊണ്ട് ഞാൻ കുശലം പറയുന്നതും അവരോടുകൂടെ അനുരാഗത്തിന്റെ വാക്കുകൾ ഉരവിടുന്നതും
സന്തോഷഭരിതരായി പരസ്പരം ഞങ്ങൾ ആലിംഗനം ചെയ്യുന്നതും ഭാര്യയും ഭർത്താവും ഇണങ്ങുന്നതും പിണങ്ങുന്നതിന്റെ അലങ്കാരത്തെ ഒരു ഇണക്കത്തോട് ചേർത്ത് വെക്കുന്നതും. പിണക്കത്തിൽ പോലും ഒരു സൗന്ദര്യം ഉണ്ടായിരുന്നു അവരുടേത്. എന്റെ ഭാര്യയുടെ കൂടെ ഞാൻ ജീവിച്ച ആ സന്ദർഭത്തെ, ഭാര്യയെ ആസ്വദിച്ച സന്ദർഭത്തെ, കുടുംബ ജീവിതത്തിന്റെ മഹിതമായ തത്വങ്ങളെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന്റെ എല്ലാ അർത്ഥങ്ങളെയും ജീവിതത്തിൽ കൊണ്ടുവന്ന മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ എന്റെ കുടുംബിനിയോട് കൂടെ കഴിഞ്ഞ സമയത്തെ ഈ ഭൂമിയിൽ നിന്നും ഞാൻ ആസ്വദിച്ചിട്ട് മതിയാവാത്ത കാര്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അത്രത്തോളം അവിടുന്ന് പറഞ്ഞ 3 കാര്യങ്ങളിലെ മൂന്നാമത്തെ കാര്യം നിസ്കാരത്തിന്റെ ഏകാഗ്രതയിൽ കിട്ടുന്ന ആസ്വാദനം, അള്ളാഹനെ മനസ്സുകൊണ്ട് അങ്ങോട്ട് നുകരാൻ കിട്ടുന്നത്. ഈ 3 കാര്യം ഭൂമിയിൽ നിന്ന് എനിക്ക് അനുഭവിച്ചിട്ട് ആസ്വദിച്ചിട്ട് മതിവരാത്തതാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിലും ആത്മബോധത്തിന്റെ 3-2 തീർക്കപ്പെടുന്നത്, 3-2 പൂർണ്ണമാകുന്നത്, അല്ലെങ്കിൽ ആത്മബോധത്തിന്റെ പകുതി പൂർണ്ണമാകുന്നത് മൻ തസവ്വജ ബിംറഅത്തിൻ ഫഖദ അഹ്റസ സുലുസൈ ദീനി എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദീനിന്റെ 2. ചില ഹദീസുകളിൽ കാണാം അല്ല പകുതി. ഒരാള് ആത്മീയത കൈവരിക്കാൻ തന്റെ കൂടെ ജീവിത പങ്കാളി വേണം. ഭാര്യക്ക് ഭർത്താവ് വേണം, ഭർത്താവിന് ഭാര്യ വേണം. വിവാഹത്തിലൂടെ അത് സാധ്യമാവാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി പറയുന്നു, സ്വർഗമായത് ആദം നബിയും ഹവ്വ റളിയല്ലാഹു അൻഹയും പരസ്പരം ഇണകളായി തുടങ്ങുമ്പോഴാണ്. സ്വർഗത്തിൽ വിവാഹ ജീവിതത്തിന്റെ പ്രാധാന്യം, കുടുംബസമേതം സ്വർഗത്തിൽ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. കുടുംബസമേതം സ്വർഗത്തിലെത്തണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ സ്വർഗത്തിന്റെ ആ സംവിധാനത്തെ ഭൂമിയിൽ നമ്മുടെ വീട്ടിൽ സംവിധാനിക്കണം. നമ്മുടെ കുടുംബത്തിൽ ആ സ്വർഗം വരണം. സ്വർഗമെന്ന് പറഞ്ഞാൽ ഇബ്ലീസ് ഇല്ലാത്ത ഇടമാണ് സ്വർഗം, അല്ലെ? സ്വർഗം എന്ന് പറഞ്ഞാൽ ഇബ്ലീസ് ഇല്ലാത്ത ഇടമാണ് സ്വർഗം. എന്നാൽ ഭൂമിയിൽ ഇബ്ലീസ് ഉണ്ട്. ഇബ്ലീസ് ഇടം പിടിക്കുന്നിടം സ്വർഗമല്ല. അപ്പൊ നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഇബ്ലീസ് ഇടം പിടിച്ചിട്ടുണ്ടോ? എന്നാൽ അത് സ്വർഗമല്ല. അല്ലെങ്കിൽ ഈ കുടുംബ ജീവിതം സ്വർഗമാണ്. ഏത് സ്വർഗം? തൊട്ടടുത്ത് സ്വർഗമുണ്ടായിട്ടും അവസാനം മരിക്കാൻ ഭാര്യയുടെ മടിത്തട്ട് തെരഞ്ഞെടുത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ വർത്താനല്ല പറഞ്ഞത്. മാ ബൈന ബൈത്തി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്നത് പരിശുദ്ധ മദീനത്തെ പള്ളിയിൽ റൗളയുടെ അടുത്ത് എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടവരായിരിക്കും ഞാനും നിങ്ങളും. ഇപ്പോഴും ഓർക്കാണ് ആ ഹദീസൊക്കെ. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ ഒരു വിരിപ്പങ്ങോട്ട് മാറ്റിയാൽ അപ്പുറത്തേക്ക് കാലെടുത്ത് വെക്കുന്നത് ഈ സ്വർഗത്തിന്റെ ഭാഗം എന്ന് അവിടുന്ന് പഠിപ്പിച്ച ആ പരിശുദ്ധമായ ഭാഗമാണ് മദീനത്തെ പള്ളിയുടെ ആ ഭാഗം. അവിടെ കിടന്ന് വഫാത്താകാമായിരുന്നിട്ടും അവസാനത്തെ ആ ശ്വാസവും ആ വീർപ്പുമുട്ടലുകളും മരണത്തിന്റെ വേദനയും ഇടറുന്ന ചുണ്ടുകളിലൂടെ പുറത്ത് കാണപ്പെടുന്ന ഗദ്ഗതവും ആ വേദനയുടെ ഭാവവും എല്ലാം അവിടുത്തെ ഭാര്യയുടെ മടിയിൽ വെച്ച സ്വർഗ അപ്പുറണ്ട് അവിടെ കിടന്ന് മരിക്കാറുന്നു. പക്ഷെ അതിലും കൂടുതൽ പ്രാധാന്യം ഭാര്യയുടെ മടിത്തട്ടിനായിരുന്നു. ഉമ്മുന ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തെക്കാളും പ്രാധാന്യം കൊടുത്ത ഭർത്താവും ഭാര്യയും തമ്മിലുള്ള കൂടിയിരിക്കലുകൾ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ഇരിക്കാറുണ്ടോ? ഭർത്താവും ഭാര്യയും കൂടി അടുത്തടുത്തിരിക്കാറുണ്ടോ? ഇരിക്കണോലോ, അതിന് സമയം കാണണോലോ. എങ്ങനെ ഇരിക്ക? ഭാര്യയുടെ കയ്യിൽ മൊബൈല്, ഭർത്താവിന്റെ കയ്യിൽ മൊബൈൽ, രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ത്യയും പാകിസ്ഥാനും മാതിരി ഇരുന്നിട്ട് കാര്യമില്ല. രണ്ടാളും അടുത്തടുത്തിരുന്ന് കുറെ കഥകൾ പറഞ്ഞ്, അധികവും ആണുങ്ങൾ പിശുക്കന്മാരാ, വർത്താനം പറയില്ല. ആണുങ്ങൾ വർത്താനം പറയില്ല. സ്ത്രീകൾക്കാണ് വർത്താനം കുറെ കേൾക്കലും പറയലും ഒക്കെ കൂടിയിട്ട് അവർക്ക്, എനിക്ക് തോന്നുന്നു പെണ്ണുങ്ങളുടെ വർത്താനം എത്രത്തോളം എന്ന് ചോദിച്ചാൽ അവരൊരു പക്ഷെ ലേബർ റൂമിൽ പോലും വർത്താനം പറഞ്ഞേക്കാം. അവർ ഏത് അവസ്ഥയിലും സംസാരിക്കാൻ താല്പര്യമുള്ളവരാ. അവരെ അള്ളാഹു പടച്ചത് അങ്ങനെയാണ്.
ആ വൈകല്യത്തെ തിരിച്ചറിഞ്ഞിട്ട് അവർക്ക് സംസാരിക്കാൻ അവിടെ എവിടെയും പോവാതെ നീ തന്നെ ഇരുന്നു കൊടുത്ത സ്വാഭാവികമായും ഒരു മനഃശാസ്ത്രമുണ്ട്. രണ്ട് മനുഷ്യർ തമ്മിൽ കൂടുതൽ സംസാരിച്ചാൽ അവർ തമ്മിൽ കൂടുതൽ അടുക്കും എന്നുള്ളതാണ്. ഭാര്യക്കും ഭർത്താവിനും അടുക്കാൻ പാടില്ലേ? അവർക്ക് കുറെ സ്നേഹം സമ്പാദിക്കാൻ പാടില്ലേ? സംസാരിക്കണം, പരസ്പരം കൂടുതൽ അടുക്കണം, കൂടുതൽ സംസാരിക്കണം. അത് ആരും ബോധ്യപ്പെടുത്താനല്ല. പണ്ട് ഒരു പുസ്തകം വായിച്ചു ഓർക്കാണ്, ഏതൊരു ഭർത്താവും ആഗ്രഹിക്കുന്നത് ഭാര്യ സുന്ദരിയാവണം എന്നതിനേക്കാൾ കൂടുതൽ ബുദ്ധി കുറഞ്ഞവളാവണം എന്നാണ് എന്ന് സലാം ഓമശ്ശേരിയുടെ പുസ്തകം തോന്നുന്നു വായിച്ചായിട്ട് ഓർക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. ബുദ്ധി കുറഞ്ഞവളെന്ന് പറഞ്ഞാൽ അങ്ങനെ മന്ദബുദ്ധിയാവണമെന്നല്ല, മണ്ടത്തരങ്ങൾ കൂടുതൽ ചിന്തിക്കുന്നവൾ ആകണം എന്ന് ആഗ്രഹിക്കുന്നു. ഇതൊരു ദാമ്പത്യ ഫലിതങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ നിന്ന് വായിച്ച ഒരു ഓർമ്മയാണ്. അല്ല അങ്ങനെ ആണെന്നല്ല അതിനർത്ഥം. കാരണം ഇവളെ പറ്റിക്കാലോ, ആ സത്യസന്ധതയെ ചൂഷണം ചെയ്യപ്പെടാൻ പറ്റുന്ന അവസ്ഥയിലൊക്കെയുള്ള കുസൃതികൾ ആലോചിക്കുന്ന ഭർത്താക്കന്മാർ പിശുക്കന്മാരാണ്. ഭർത്താവ് സംസാരിക്കാൻ പിശുക്ക് കാണിക്കുന്നവനാ. ഭാര്യയോട് സംസാരിക്കാൻ ഭർത്താവ് സമയം കാണണം. ഭാര്യ പിശുക്കി അവരത് ഭർത്താവിനോട് സംസാരിക്കാൻ സമയം കാണണം. ഈ ഒരു അവസ്ഥ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന അബുൽ ഫിദാ ഇസ്മായിൽ ഇബ്നു കസീർ തങ്ങൾ പറയുന്നത്. അസ്ർ നിസ്കാരം കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് ഓരോ ഭാര്യമാരുടെ വീട്ടിലേക്കും ചൊല്ലും. എന്നിട്ട് ചോദിക്കും, എന്താ വിശേഷം, മാഹാലുക്കും, എന്താ നിങ്ങളുടെ വർത്താനം? നബിയെ ഇന്നതായിരുന്നു. എത്രത്തോളം അവരുടെ വീട്ടിൽ അന്നത്തെ ഭക്ഷണം എന്താണെന്ന് പോലും ചോദിക്കും. പെണ്ണുങ്ങൾക്ക് വല്ലാത്ത ഇഷ്ട അവരുടെ പാചകത്തെ പുകഴ്ത്തല്. അത് ഭർത്താക്കന്മാർ ആ വിഷയങ്ങൾ ശ്രദ്ധിക്കണം. അവരെ സോപ്പിയിലല്ല അത് ശരിക്ക്, അവരെ സന്തോഷിപ്പിക്കലല്ലേ. അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ പുകഴ്ത്തണം. അവർ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം എന്താ? കരി പുരണ്ടും അതുപോലെ തന്നെ അടുപ്പിൻ ചുവട്ടിലെ തീയിന്റെ ചൂട് കാഞ്ഞും ആ മിനുസമുള്ള മൃദുലമായ വെളുത്ത കയ്യ്, സ്വർണത്തിന്റെ വളയിട്ട് വന്ന് മൈലാഞ്ചി കറ പോലും മായാതിരുന്ന കൈത്തണ്ടിൽ നിന്റെ വീട്ടിലെ പാചകവേളയിൽ ചട്ടിയിലെ ചൂടുകൊണ്ട് പൊള്ളി കരിവാളിച്ചു പോയതും ഉള്ളിയുടെ തൊണ്ട് കളഞ്ഞപ്പോഴും പച്ചക്കറി അരിഞ്ഞപ്പോഴും വിരൽ തുമ്പിൽ കറുത്ത അടയാളം ആ തൊലിയുടെ മുകളിൽ കത്തികൊണ്ട് കറ പിടിച്ചിരിക്കുന്നതും, ഇതൊക്കെയാണ് ഇപ്പൊ അവളുടെ അവസ്ഥ. അവളെ സംബന്ധിച്ചിടത്തോളം സന്തോഷിപ്പിക്കണം അവളെ. നല്ല വർത്തമാനങ്ങൾ പറയണം, നല്ല വർത്തമാനം പറയണം. അവൾ പാചകം ചെയ്തപ്പോൾ ആ പാചകം ചെയ്ത ഭക്ഷണത്തിൽ വീണ മുടിയെടുത്ത് പിടിച്ചുകൊണ്ട് അവളെ ഹിസാബ് ചെയ്യലല്ല വേണ്ടത്. അതൊക്കെ സ്വാഭാവികമാണ്. എന്ത് അവനവന്റെ ആള് മുടി ചാടി എന്ന് വെച്ചാൽ നജസ, കുട്ടിക്കളയേണ്ട സാധന? മുടി അത്ര വിറുക്കപ്പെട്ടതാ? അല്ലല്ലോ, അല്ലല്ലോ. അതിന്റെ പേരിൽ എത്ര കുടുംബകലഹങ്ങൾ. അതിലൊന്നും കൂടുതൽ ഭാര്യയെ ശകാരിക്കാനുള്ള അർഹത നമുക്കില്ല. കാരണം സ്വാഭാവികമാണ് ഈ മുടി ചാടി വരായുന്നത്. കാരണം അവര് നിൽക്കുന്നത് ചൂടത്താണ്, ചൂടത്താണ്. അത് ഭക്ഷണത്തിൽ വരാൻ സാധ്യതയുണ്ട്. അതിന്റെ പേരില് അതങ്ങോട്ട് എടുത്ത് കളയലല്ലാതെ അതിൽ ക്രൂശിക്കേണ്ടതില്ല. ഏതൊരു പെണ്ണും അവളുടെ സൗന്ദര്യത്തിന്റെ പ്രധാന ഘടകമായ മുടിയെ വലിച്ചൂരി പൊട്ടിച്ച് ഭക്ഷണത്തിൽ ഇടൂലല്ലോ. അത് ഭക്ഷണത്തോടുള്ള ആദരവ് കൊണ്ട് ആണെന്ന് പറഞ്ഞാലും അല്ലാന്ന് പറഞ്ഞാലും പെണ്ണ് അവളുടെ മുടിയെ ഒരു കാരണവശാലും ഊരിക്കളയില്ല. അവള് പരമാവധി ഊരാതെ നോക്കുന്നവളാ. അപ്പൊ എന്തായാലും മനഃപൂർവ്വം ചെയ്തതല്ലാതെ. അപ്പൊ അത്രത്തോളം അവളെ സന്തോഷിപ്പിക്കണം, പ്രോത്സാഹിപ്പിക്കണം. ഭർത്താക്കന്മാർ ആ കാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയും പുനർവിചിന്തനം നടത്തുകയും ചെയ്യേണ്ട കാലമാണ്. കാരണം കമ്മ്യൂണിക്കേഷന് ഒരു പ്രയാസമില്ലാത്ത ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അയാളുമായി കൂടുതൽ സംസാരിക്കാനും അടുക്കാനുമുള്ള സാഹചര്യങ്ങൾ, ഹറാമിന്റെ വഴികൾ ഏറെ നമ്മുടെ മുന്നിലുള്ളപ്പോൾ ഭർത്താവിന്റെ സംസാരം കുറഞ്ഞതിന്റെ പേരിലും അയാൾ തമാശ പറയാനും കൂടെ ഇരുന്ന് വർത്തമാനം കേട്ടിരിക്കാനും കൂടെ കൂടിയിരുന്ന് പറഞ്ഞു കൊടുക്കാനും പിശുക്ക് കാണിക്കുമ്പോൾ മറ്റൊരു വഴി തേടാൻ, ഒരു ഹറാമിന്റെ കവാടം തുറക്കാൻ ഇബ്ലീസ് നമ്മുടെ സ്വർഗത്തിലേക്ക് വരാൻ പാടില്ല. ഇബ്ലീസ് ഉള്ളയിടം സ്വർഗമല്ല. വിവാഹ ജീവിതത്തിന്റെ അകത്തളങ്ങൾ മുഴുവനും സ്വർഗമാണെന്ന് പഠിപ്പിക്കുകയാണ് ഇസ്ലാം. എന്നാൽ ഇബ്ലീസ് കടന്നു വരുന്നുണ്ട്, അവിടെ നരകമാവുകയാണ്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രസകരമായി പഠിപ്പിക്കുന്നുണ്ട് ഒരു ഹദീസ്. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്, ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിക്കുന്നുണ്ട്. നമ്മുടെ സ്വർഗം നമ്മുടെ വിവാഹ ജീവിതമാണ്. ഭാര്യയും ഭർത്താവും എന്ന് പറയുന്ന
ഒരിക്കലും ഒരിടത്തും പിരിയാൻ പാടില്ല എന്ന് ഇസ്ലാം അനുശാസിക്കുന്ന ഏറ്റവും വലിയ അനുരാഗബന്ധം, ഏറ്റവും നല്ല പ്രണയ ബന്ധം, ഏറ്റവും നല്ല സ്നേഹബന്ധം, ഏറ്റവും നല്ല വിദ്യാർത്ഥി അധ്യാപക ബന്ധം, ഏറ്റവും നല്ല സഹോദര സഹോദരി ബന്ധം, ഏറ്റവും നല്ല സൗഹൃദ ബന്ധം, ഏതെല്ലാം മേഖലകളിൽ ഏറ്റവും നല്ല ഉപദേഷ്ടാവിനോടുള്ള ബന്ധം, ഏറ്റവും നല്ല ഭരണകർത്താവിനോടുള്ള ബന്ധം, ഏറ്റവും നല്ല പ്രജയോടുള്ള ബന്ധം, ഏറ്റവും നല്ല അടിമയോടുള്ള ബന്ധം, ഏറ്റവും നല്ല യജമാനനോടുള്ള ബന്ധം. ഏത് ബന്ധം അവർക്കുള്ളത് പറയാൻ പറ്റില്ലല്ലോ. എല്ലാം ആവാൻ പറ്റിയ ഒരു ബന്ധമല്ലേ അത്? എല്ലാം ആവാൻ പറ്റിയ ഒരു ബന്ധമാണ് ഭാര്യയും ഭർത്താവും. അവർക്ക് പരസ്പരം ആരുമാവാം, അവർക്ക് പരസ്പരം ആരുമാവാം. ഏറ്റവും നല്ല സുഹൃത്താവാൻ കഴിയും, ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന അധ്യാപകനാവാൻ കഴിയും, എല്ലാം കേട്ടിരിക്കുന്ന കൂട്ടുകാരനാവാൻ കഴിയും, എല്ലാം പറ്റും. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ ഓടുമായിരുന്നു. ഓട്ടം ഒരു കായികമായ ഒരു വിനോദമാണ്. ഓട്ടം മത്സരം നടത്തുന്ന സാബഖ എന്ന് പറയുന്നത് മത്സരം നടത്തി. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രത്തോളം ആ ബന്ധത്തെയും, അതായത് കൂട്ടുകാരൻ കൂട്ടുകാരി, കളിക്കൂട്ടുകാരൻ കളിക്കൂട്ടുകാരി എങ്ങനെയാവാലോ? സ്വർഗമാണടോ ഭാര്യയും ഭർത്താവും. എന്നാൽ ഇബ്ലീസ് വന്നു കയറിയാൽ സ്വർഗമല്ലാതെ പോകുമെന്നാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഞാൻ വിശദീകരിച്ച് വലിച്ചു നീട്ടുന്നില്ല. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ജാബിർ റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം, ഇബ്ലീസ് വന്നു കയറാൻ നമ്മുടെ സ്വർഗത്തിൽ, അപ്പൊ അത് സ്വർഗമല്ലാതാവാം. എങ്ങനെയാണ് കുടുംബത്തിൽ ശൈഥല്യം വരുന്നത്? ഒരു കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവണം. ഒരു കുടുംബത്തിൽ പ്രശ്നമുണ്ടാകുന്നത് ഞാൻ പറയാൻ പോകുന്നു ഒരു ഹദീസ് കേട്ടിട്ട് മനസ്സിലാക്കിക്കോ. അല്ല, നമ്മുടെ പ്രശ്നമല്ലാതെ, ഭർത്താവേ നിന്റെ പ്രശ്നമല്ല, നിന്റെ ഭാര്യയുടെ പ്രശ്നമല്ല, വേറൊരു പ്രശ്നം അതിന്റെ ഇടയിലുണ്ട്. അത് ഈ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. عن جابر بن عبد الله رضي الله عنه قال رسول الله صلى الله عليه وسلم സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാണ്, ഇന്ന ഇബ്ലീസ യളഉ അർശഹു അലൽ മാ. ഇബ്ലീസിന്റെ ആധിപത്യം, ഇബ്ലീസിന്റെ സിംഹാസനം, ഇബ്ലീസിന്റെ ഔദ്യോഗിക സങ്കേതം അത് വെള്ളത്തിലാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബർമുഡ ട്രയാങ്കിളൊക്കെ എന്തുകൊണ്ട് എന്ന അന്വേഷണത്തില് ജിന്നുകളുടെ കേന്ദ്രമാണ് എന്ന് അമേരിക്കയുടെ അതിർത്തിയിൽ നിന്നും വെറും 900 കിലോമീറ്റർ അകലയിലാണ് ഈ പറയപ്പെട്ട ബർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്ന പ്രത്യേകമായ കടലിന്റെ ഒരു അപകട മേഖല. അങ്ങോട്ട് പോകുന്ന ഷിപ്പുകളോ പ്ലെയിനുകളോ ഒന്നും കാണപ്പെടൂല. അവിടെ ചെന്നാൽ എവിടെ പോണെന്ന് അറിയില്ല. അത്രത്തോളം ഭീതിജനകമായ കടലിന്റെ ഇരുട്ടിൽ ഒരു പ്രദേശമുണ്ട്. ജിന്നിയായ പ്രശ്നങ്ങളാണ് അതെന്ന് പറയപ്പെടുന്നുണ്ട്. എങ്കിൽ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ജിന്നുകളുടെ പിതാവിന്റെ ആധിപത്യവും ഔദ്യോഗിക വസതിയും അത് വെള്ളത്തിലാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വെള്ളത്തിലാകുമ്പോ അങ്ങനെ പ്രത്യേകിച്ച് കടലാവാം, മനുഷ്യവാസങ്ങളോ അല്ലെങ്കിൽ സഞ്ചാരങ്ങളോ ഇല്ലാത്ത വനപ്രദേശങ്ങളിലെ വിശാലമായി കിടക്കുന്ന നദിയുടെ ഭാഗങ്ങളാവാം, ഡാമുകളാവാം, എവിടെയൊക്കെ ആവാലോ. വെള്ളത്തിലാണ് ഇബ്ലീസിന്റെ സങ്കേതമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിന്നുകൊണ്ട് അവന്റെ സൈന്യത്തെ പറഞ്ഞയക്കും. സൈന്യത്തെ പറഞ്ഞയക്കും, വഴിപിഴപ്പിക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും. അന്നത്തെ ഡ്യൂട്ടിയും പറഞ്ഞ് ഓരോരുത്തരും ഇങ്ങനെ ഇബ്ലീസ് ഏൽപ്പിക്കും. അവര് പോവും. മൂപ്പര് വളരെ പ്രധാനപ്പെട്ട പണിക്ക് മാത്രമേ മൂപ്പര് ഇറങ്ങാറുള്ളൂ. അല്ലാത്തപ്പൊക്കെ ആ വെള്ളത്തിൽ ആ സിംഹാസനത്തിന്റെ മുകളിൽ ഉണ്ടാവും. എല്ലാവരും അവരെ ഏൽപ്പിച്ച ഡ്യൂട്ടിയും അത് ചെയ്യേണ്ട സമയവും പൂർണ്ണമാവുമ്പോൾ തിരിച്ചു വരും. അപ്പോൾ ഇബ്ലീസിന്റെ അടുക്കൽ ആരാ? ഇബ്ലീസ്, ജിന്നുകളുടെ പിതാവ്, പിശാചുകളുടെ നേതാവ്. അവന്റെ അടുത്ത് ഏറ്റവും അടുപ്പമുള്ളവൻ, ഏറ്റവും കൂടുതൽ ഫിത്ന ഉണ്ടാക്കിയിട്ട് വരുന്ന ആളായിരിക്കും ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം.
യജിഉ അഹദുഹും, ഓരോരുത്തരും വരും, എന്നിട്ട് പറയും ഫഅൽതു കദാ വകദാ, ഞാൻ ഇന്നതൊക്കെ ചെയ്തു എന്ന് ഇബ്ലീസിനോട് പറയും. ഓരോ പിശാചുകളും പോയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ, അല്ലെങ്കിൽ വൈകുന്നേരം മുതൽ അടുത്ത രാവിലെ വരെയുള്ള അവരെ ഏൽപ്പിച്ച ഡ്യൂട്ടിയും സമയവും ഒക്കെ കൃത്യമായി പാലിച്ചിട്ട് വന്നിട്ട് പറയും ഞാൻ ഇന്നത് ചെയ്തു എന്ന് പറയും. അപ്പൊ ഇവൻ പറയും ഇവൻ അത്ര തൃപ്തിയൊന്നും ആവൂല. തന്റെ അനുയായികൾ പോയി ഫസാദിയത്തും ഫിത്നയൊക്കെ ഉണ്ടായിട്ട് വന്നിട്ട് പറയുന്നത് എത്ര കേട്ടാലും ഇബ്ലീസിന് തൃപ്തിയാവൂല. ഇബ്ലീസ് പറയും മാ സ്വനായത്ത ശയ, നീ പറയുന്നത് അത്ര വലിയ പണിയൊന്നുമല്ല, നീ ഒന്നും തന്നെ ചെയ്തിട്ടില്ല, പോയി പണിയെടുക്കടാന്ന് പറഞ്ഞ് ഈ പിശാചുക്കളെ പിന്നെയും ഇബ്ലീസ് ഓടിക്കും. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അങ്ങനെ ഇരിക്കുമ്പോൾ ഇബ്ലീസിന്റെ കിങ്കരന്മാരിൽപ്പെട്ട ഒരാൾ വരും. എന്നിട്ട് അയാൾ പറയും ഞാൻ ഭൂമിയിലെ സ്വർഗതുല്യമായ ഒരു കുടുംബത്തിൽ നിന്നാണ് ഇപ്പൊ വരുന്നത്. അല്ലാഹുവേ, നമ്മുടെ വീട്ടിലേക്ക് അവർ വരാതിരിക്കട്ടെ, പടച്ചവൻ കേൾക്കട്ടെ. ഭാര്യ ചൂടായപ്പോ, ഭർത്താവ് ചൂടായപ്പോൾ അവിടെ മറ്റേ മൂപ്പര് വന്നിട്ടുണ്ടെന്ന് അതിനർത്ഥം. അല്ലെങ്കിൽ സ്വർഗത്തിൽ എങ്ങനെയാ രണ്ടുപേര് പരസ്പരം ദേഷ്യപ്പെടാ? ഉണ്ടാവൂല, അവിടെ മറ്റേ മൂപ്പരുണ്ട്. ഇസ്ലാമികമായ ഔറാദുകളും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ നടത്തി അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള പരിപാടി നമ്മൾ നോക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇബ്ലീസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു പിശാച് വരും. അവൻ വന്നുകൊണ്ട് ഇബ്ലീസിനോട് പറയും ഞാൻ അയാൾ അവിടെ കണ്ടിട്ടാ വന്നത്, ഞാൻ അവിടെ വേണ്ട പണികളൊക്കെ ചെയ്തു. ഞാൻ അവന്റെയും അവന്റെ ഭാര്യയുടെയും ഇടയിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അവിടെ അവര് നല്ല തല്ല, ഞാൻ എന്നെ കൊണ്ട് അത്രേ പറ്റിയത്, ഞാൻ അതാ ചെയ്തുള്ളൂ, വേറെ കൂടുതലൊന്നും ചെയ്തില്ല എന്ന് പറയുമ്പോ ഇബ്ലീസ് മിൻഹു, ഈ വന്ന പിശാചിനെ ചേർത്ത് നിർത്തും. മഹാനായ അഅ്മശ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് അവനങ്ങോട്ട് കൂട്ടിപ്പിടിക്കും. ഇലാ നഫ്സിഹി വയുആനിഖുഹു, ഇബ്ലീസിന്റെ ശരീരത്തോട് ഇവനെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിക്കും. എന്നിട്ട് ഇബ്ലീസ് പറയും ഇവിടെ നിന്ന് ഒരുപാട് കോടിക്കണക്കിന് വരുന്ന പിശാചുക്കൾ മനുഷ്യനെ വെറുപ്പിക്കാൻ, മനുഷ്യനെ ചീത്തയാക്കാൻ വേണ്ടി പോയിട്ട് നിന്നോളം പറ്റിയ ഒരാളും വേറെ ഇല്ല, നീ ഏറ്റവും മിടുക്കനാണ് നീ ഇബ്ലീസ്. അവനെ പ്രോത്സാഹിപ്പിക്കുമെന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവൻ ചെയ്ത ഈ ഇബ്ലീസ് ചെയ്ത ഈ പിശാച് ചെയ്ത ഏറ്റവും നല്ല പണി എന്താ? ഒരു ഭാര്യയും ഭർത്താവ് സന്തോഷമായിട്ടിരിക്കുക, അപ്പോഴുണ്ട് അവള് കേട്ടാൽ വിഷമിക്കുന്നത് അവന്റെ നാവില് പറഞ്ഞു കൊടുക്കുക, അവൻ കേട്ടാൽ അവൻ ദേഷ്യം വരുന്ന കാര്യം അവളുടെ നാവിലിട്ട് കൊടുക്കുക. രണ്ടാളും പരസ്പരം വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നവർ തന്നെ തല്ലുണ്ടാക്കി വെച്ചിട്ട് ഇങ്ങോട്ട് പോരാ, എന്നിട്ട് ഇബ്ലീസിന്റെ അടുത്ത് നിന്ന് അവാർഡ് വാങ്ങാം. അതാണ് ഈ പിശാച് ചെയ്തത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോ അത്രത്തോളം ജീവിതത്തിൽ നമുക്ക് കരുതൽ വേണം, അത്രത്തോളം കരുതൽ വേണം. പ്രത്യേകിച്ച് സഹോദരിമാരുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ഇഹ്യാ ഉലൂമുദ്ദീനില് ഇമാം ഗസാലി ഒരുപാട് കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തില് അസ്മ റളിയല്ലാഹു അൻഹ അവരുടെ മകളെ വിവാഹത്തിന് വേണ്ടിയിട്ട് വിവാഹത്തിന് വേണ്ടി നിർബന്ധിച്ചപ്പോ ആ പെണ്ണ് വിവാഹത്തിന് തയ്യാറാകാണ്. അപ്പൊ ഉമ്മാടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഞാൻ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത വിവാഹ ജീവിതത്തിന്റെ അദബുകൾ ഉമ്മ മോൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഏത് ഉമ്മാക്കാണ് ഇത് പറഞ്ഞു കൊടുക്കാൻ കഴിയുക? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ സ്വഹാബി വനിത മകൾക്ക് പഠിപ്പിച്ചു കൊടുത്ത കൂട്ടത്തിൽ പറയുകയാണ്, ഇമാം ഗസാലി രേഖപ്പെടുത്തുന്നുണ്ട്. ഇഹ്യാല് കാണാം നമുക്ക് സംഭവം. ഉമ്മ മോളോട് പറയാം, മോളെ നിന്റെ ഭർത്താവിനെ അതും ഇതൊക്കെ പറഞ്ഞ് കൂടെ പറഞ്ഞ് ശല്യം ചെയ്യല്ലേ, എന്റെ മുഖത്ത് നിങ്ങൾ തുറിച്ചു നോക്കരുത്, കാരണം അങ്ങനെ സ്ത്രീകൾക്കൊരു വൈകല്യമുണ്ട്. ഈ പറഞ്ഞ് മൂപ്പർ തന്നെ അങ്ങോട്ട് ശല്യപ്പെടുത്താൻ അത് പാടില്ല. പറഞ്ഞു തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ആ ഒരു സ്വഭാവം പാടില്ല മോളെ. നിന്റെ ഭർത്താവിന്റെ കാത് നീയാവണം, നിന്റെ ഭർത്താവിന്റെ മൂക്ക് നീയാവണം, നിന്റെ ഭർത്താവിന്റെ കണ്ണ് നീയാവണമെന്ന് അസ്മ റളിയല്ലാഹു അൻഹ പൊന്നുമോളെ ഉപദേശിക്ക. ഭർത്താവിന്റെ കാത് നീയാവണം. എന്താ കാരണം? നിന്റെ ഭർത്താവ് നിന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്നതൊക്കെ നീ പറയാവൂ. നിന്റെ ഭർത്താവ് നിന്നോട് പറയാണ്, പെണ്ണെ നീ നന്നായിട്ട് പാട്ട് പാടൂലേ, ആ 2 പാട്ട് അങ്ങോട്ട് പാടിയേ, എനിക്ക് കേൾക്കണമെന്ന് പറഞ്ഞാൽ പാടിക്കൊടുക്കണം. പെണ്ണിനോട് പറയാണ്, പെണ്ണെ നീ നന്നായി ഖുർആൻ പാരായണം ചെയ്യൂലേ? എന്നാ അതൊന്ന് പാരായണം ചെയ്ത് ഞാൻ കേൾക്കട്ടെ. എനിക്ക് നാണാവെന്ന് പറയാൻ പറ്റൂല, അങ്ങനെ നാണിക്കാൻ പാടില്ല, അത് ചെയ്തു കൊടുക്കണം.
ഐഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഇമാം അബൂദാവൂദ് സുനനിൽ ഉദ്ധരിക്കുന്നുണ്ട്, ഭർത്താവ് പറഞ്ഞത് പെണ്ണെ ആ കാണുന്ന പർവ്വതത്തെ നീ ഇവിടെ കൊണ്ടുവരണമെന്നാണ് എങ്കിൽ അത് ചെയ്തു കൊടുക്കണം. ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റൂല, എന്നാലും അത്രത്തോളം അവള് സന്നദ്ധയാവണം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉമ്മുന ആയിഷ റളിയല്ലാഹു അൻഹ. ഭർത്താവ് പറഞ്ഞതാക്കാണെന്ന് വെളുത്ത പർവ്വതത്തെ മഞ്ഞ നിറത്തിലേക്ക് നീ ആക്കിയേ പറ്റൂ എന്ന് പറഞ്ഞാൽ സാധിക്കണ കാര്യമാണോ? ഒഴിവ് പറയാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം ഇങ്ങനെയാ പെണ്ണ് പറയേണ്ടതെന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഭർത്താവിന്റെ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞത് തന്നെ പറഞ്ഞ് 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 ശല്യാക്കി മൂപ്പർക്ക് ഒരു 10 ദിവസം നേരത്തെ നരകം കൊടുക്കുന്ന അവസ്ഥ പെണ്ണുങ്ങളെ നിങ്ങൾ ചെയ്യല്ലേ. അങ്ങനെ ചെയ്യാൻ പാടില്ല. പറഞ്ഞ തന്നെ അങ്ങനെ പറയാം. ആണുങ്ങളും പാടില്ല. ഇനി കേട്ടോ, ഞാൻ ഈ വിഷയം ഇൻഷാ അല്ലാഹ് കുറച്ചും കൂടി നന്നായിട്ട് അടുത്ത ദിവസം പറയാം. പെട്ടെന്ന് പറഞ്ഞു തീർക്കാണ്, നമ്മുടെ സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഏറ്റവും നല്ല പെണ്ണാരെന്നറിയോ? ഏറ്റവും നല്ല പെണ്ണ് ഖൈർ എന്ന് പറഞ്ഞാൽ ഇതിന് അപ്പുറം വേറൊന്നുമില്ല. 3 ഗുണങ്ങളുണ്ടെങ്കിൽ, 3 കാര്യം ഒരു പെണ്ണിൽ ഉണ്ട് എങ്കിൽ മസ്റ്റ് ആ പെണ്ണ് ഏറ്റവും നല്ല പെണ്ണാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ പുന്നാര റസൂലിന്റെ നാവ് കൊണ്ട് ഏറ്റവും നല്ല പെണ്ണെന്ന് പറഞ്ഞവരില്, റസൂലുള്ളാഹിയുടെ നാവ് കൊണ്ട് ഏറ്റവും നല്ല പെണ്ണെന്ന് പറഞ്ഞവരിൽ പെടാൻ 3 കാര്യം മതി. 3 കാര്യം ഉണ്ടെങ്കിൽ റസൂലുള്ളാഹി പറഞ്ഞ ഏറ്റവും നല്ല പെണ്ണാവാൻ പറ്റും. 3 കാര്യം മതി, ഒരു നല്ല ഭാര്യയാവാൻ പറ്റും. ഒരു സ്വഹാബി വന്നുകൊണ്ട് ചോദിക്കാണ്, ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിക്കുന്നുണ്ട് ഹദീസ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കല് ഒരു സ്വഹാബി വന്നിട്ട് ചോദിക്കാണ്, അയ്യുൻ നിസാഇ ഖൈർ യാ റസൂലല്ലാഹ്, നബിയെ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ പ്രത്യേകിച്ച് ഭാര്യമാരിൽ ഏറ്റവും നല്ല ഭാര്യ എന്ന് പറയുന്ന പെണ്ണ് ആരാണ് നബിയെ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, അല്ലത്തി തസുറുഹു ഇദാ നളറ ഇലൈഹാ, ഭർത്താവ് ഒന്ന് നോക്കിയപ്പോൾ അവന്റെ കണ്ണിന് സന്തോഷം കൊടുത്ത പെണ്ണാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് അവൻ എന്ത് പറഞ്ഞാലും അവൾ അനുസരിക്കാൻ തയ്യാറാണ്, ആ ഒരു സ്വഭാവക്കാരിയാണ്. മൂന്നാമത്തേത് അവനില്ലാത്തപ്പോ അവളുടെ ശരീരവും, അവനുള്ളപ്പോഴും ഇല്ലാത്തപ്പോ പ്രത്യേകിച്ച് അവളുടെ ശരീരവും അവന്റെ സമ്പത്തും സൂക്ഷിക്കുന്നവളാണ് എന്ന് 3 കാര്യങ്ങൾ, 3 അടയാളങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു നല്ല ഭാര്യക്ക് പ്രത്യേകം എടുത്തു പറഞ്ഞതാണ്. ഇത് ധാരാളം ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉള്ളതാണ്. നമ്മൾ തന്നെ പല പ്രാവശ്യം ഈ ഹദീസ് പറഞ്ഞതാണ്. ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ ഇത് ഉദ്ധരിക്കുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ ഒന്നും കൂടി പറയാം. ഒന്നാമത്തേത് അല്ലത്തി തസുറുഹു ഇദാ നളറ ഇലൈഹാ, അവളിലേക്ക് നോക്കിയപ്പോ ഭർത്താവിന് വല്ലാത്ത സന്തോഷം കൊടുക്കാൻ അവൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവളിലേക്ക് നോക്കിയപ്പോ സന്തോഷം കൊടുത്തിട്ടുണ്ട്. എങ്ങനെ സന്തോഷം കൊടുത്തത്? ഭർത്താവ് ഇഷ്ടപ്പെടുന്ന വേഷത്തിലും രൂപത്തിലും ഒക്കെ പ്രത്യക്ഷമാവാം. ഭർത്താവ് ഇഷ്ടപ്പെടുന്ന പ്രകടനങ്ങൾ ഉണ്ടാവാം. ചില പെണ്ണുങ്ങൾ മുഖം കണ്ടൊരു വെട്ടിക്കലോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പടച്ചോനെ, പിന്നെ ഈ ദുനിയാവിൽ അവളും അവനും തമ്മിലൊരു ബന്ധമില്ലാന്ന് തോന്നുന്നു. ഇഷ്ടപ്പെടാത്ത പറയുമ്പോൾ മുഖാണ് വീർപ്പിക്കും. അത് പറ്റൂല. അങ്ങനെയുള്ള പെണ്ണിന് റസൂലുള്ളാഹി പറഞ്ഞ നല്ല പെണ്ണാവാൻ കഴിയില്ല. അവളുടെ നേരെ ഭർത്താവ് നോക്കുമ്പോൾ അയാളുടെ ഏത് വിഷാദവും ഒലിച്ചു പോകും വിധം അവൾ അത്ര കണ്ട് ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നവളായിരിക്കണം. രണ്ടാമത്തേത്, ഭർത്താവ് പറഞ്ഞു ചെയ്യേണ്ട കാര്യങ്ങൾ പറയാതെ ചെയ്യാൻ ശ്രദ്ധിക്കണം പരമാവധി. എന്താ കാര്യം? പെണ്ണെ, ഇത്തിരി വെള്ളം എനിക്ക് വേണം കേട്ടോ. എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് 30 ഗ്ലാസ് വെള്ളം മേടിച്ചു കുടിച്ചിട്ടേ കിടക്കൂ. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇന്ന സമയത്ത് ഇന്ന ആവശ്യമുണ്ട്, ഒരു ചായ സമയത്ത് വേണം, അത് ചോദിക്കാതെ ആവശ്യപ്പെടാതെ അവൾ പതിവായി അത് കൃത്യമായി ശ്രദ്ധിക്കുക. അതാണ് രണ്ടാമത് പറഞ്ഞ കാര്യം. ഭർത്താവിനെ അനുസരിക്കുക എന്നതാണ്. എങ്കിൽ പോലും ഭർത്താവ് ആവശ്യപ്പെടാതെ അനുസരിക്കാൻ പരമാവധി നോക്കണം. ഇനി ആവശ്യപ്പെട്ടാൽ എന്തായാലും അനുസരിക്കണം. മൂന്നാമത് പറഞ്ഞു, ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ അവന്റെ സമ്പത്തിനും അവളുടെ ശരീരത്തിനും അവള് കാവലാവണം. അവനുള്ളപ്പോ എന്തായാലും ആവണം, അവനില്ലാത്തപ്പോ പ്രത്യേകിച്ചാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇങ്ങനെ 3 കാര്യങ്ങൾ ഒരു പെണ്ണിൽ ഉണ്ട് എങ്കിൽ അവള് നല്ല ഭാര്യയാണ്. ഭാര്യമാരതെല്ലാം ആ രീതിയിലേക്ക് ആവാനൊന്ന് ശ്രമിക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതായാലും കുറച്ചു നാളത്തെ ജീവിതം ഇവിടെ ഉള്ളൂ. ഈ ട്രയൽ കഴിഞ്ഞിട്ട് നാളെ ശരിക്കുള്ള ജീവിതത്തിലേക്ക് അങ്ങോട്ട് പോവാനുള്ളതാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ദുനിയാവിലെ നിങ്ങളല്ലാതെ മറ്റാരും അവിടെ അവർക്ക് ഭാര്യയല്ല, സഹോദരിമാര് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുത്തെ ഭാര്യ തന്നെ ചോദിച്ചു, നബിയെ, ഒരാൾക്ക് 2 ഭാര്യമാരുണ്ടെങ്കിൽ
ആ 2 ഭാര്യമാരിൽ ആഖിറത്തിലെത്തുമ്പോൾ ഈ ഭർത്താവും മരിച്ച് സ്വർഗത്തിലാണ്, ഈ 2 ഭാര്യമാരും മരിച്ച സ്വർഗത്തിലാണ്. എന്നാൽ ഈ 2 ഭാര്യമാരിൽ ആരായിരിക്കും ഇയാളുടെ ശരിയായ ഭാര്യ സ്വർഗത്തിൽ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആദ്യം കല്യാണം കഴിച്ചവൾ എന്നല്ല. ഒരാളൊരു കല്യാണം കഴിച്ച് ആ സ്വാഭാവികമായ പെണ്ണ് മരിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ വേറെ കല്യാണം കഴിച്ചു. ആ മരിച്ചുപോയ പെണ്ണും സ്വർഗത്തില്, രണ്ടാമത്തെ പെണ്ണും സ്വർഗത്തില്, ഇയാളും സ്വർഗത്തില്. ഇതിലേതാ ശരിയായ ഭാര്യ? സ്വർഗത്തിലെ ഔദ്യോഗിക ഭാര്യ അല്ലെങ്കിൽ തന്റെ പ്രധാന ഭാര്യ ആരെന്ന് ചോദിച്ചപ്പോ ഈ 2 പേരിൽ ഏറ്റവും കൂടുതൽ മൂപ്പര് സന്തോഷിച്ചത് ആരെ കൊണ്ടാണോ, മൂപ്പർക്ക് കൂടുതൽ ഗുണം ചെയ്തത് ആരാണോ അവരായിരിക്കുമെന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ ഇബ്ലീസ് കടന്നു വരാതെ നോക്കണം. ഇബ്ലീസ് ശർറുണ്ടാക്കാൻ വന്നുകൊണ്ടേയിരിക്കും.